നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന പാർലമെന്റിലെ ഒരു സ്പീച്ചായിരുന്നു നമ്മുടെ വടകരയിലെ MP ഷാഫി പറമ്പിലിൻ്റെത്. നമുക്കറിയാം, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം തുടക്കം മുതലേ വേറിട്ട ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ടും ജനങ്ങൾക്കിടയിലുള്ള വോട്ടർമാർക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സമ്പർക്ക ശൈലിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗ ശൈലിയും ഒക്കെ മറ്റുള്ള നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വളരെയധികം വേറിട്ട തരത്തിൽ ഉള്ളതായിരുന്നു. അപ്പോൾ നിലവിലെ MP-മാരുടെ ഇടയിൽ ഒരു യങ് ടർക്കായിട്ടാണ് പൊതുവെ നമ്മളെല്ലാവരും അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ഇന്നലെ പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം വളരെയധികം മനോഹരവും ജനങ്ങളെ വളരെയധികം ആകർഷിച്ചതും അതേപോലെ തന്നെ BJP സർക്കാരിനെ, മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയതുമായ ഒരു പ്രസംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കം തന്നെ അദ്ദേഹം മോദി സർക്കാരിൻ്റെ ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങളുടെ പരാജയങ്ങളെക്കുറിച്ച് അക്കമിട്ട് എണ്ണിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചത്. അതേപോലെ തന്നെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന, സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന അവരുടെ യാതനകളും അവരുടെ പരാതികളും വേദനകളും ചെവികൊള്ളാൻ സർക്കാർ തയ്യാറല്ല എന്നും അതിന് ജനങ്ങളുടെ പരാതികൾ കേൾക്കാനും അതേപോലെ തന്നെ അവരുടെ പ്രശ്നപരിഹാരത്തിന് ഒരു അവസരം ഉണ്ടാക്കണമെന്നും ഷാഫി പറമ്പിൽ MLA അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി. കൂടാതെ തന്നെ ഇന്ന് ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് നമുക്കറിയാം. യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രവാസികളൊക്കെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ടിക്കറ്റും അതേപോലെ തന്നെ ബോർഡിംഗ് പാസും ഒക്കെ എടുത്തിട്ടും പക്ഷേ അവർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രവാസികളുടെ വേദനകൾക്ക് പങ്കുചേരാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചില്ലെന്നും ഉടനെ തന്നെ അത് സഭയിൽ ഒരു ചർച്ച ഉണ്ടാവണമെന്നും അതിനൊരു പരിഹാരം, നയതന്ത്രപരമായിട്ടുള്ള ഒരു ഇടപെടൽ നമ്മുടെ മോദി സർക്കാരിൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. സമകാലിക രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതിൽ പെട്ടതാണ് ഒന്ന് സിലിണ്ടർ ക്രൈസിസ്, മറ്റൊന്ന് സറണ്ടർ ക്രൈസിസ്. നമുക്കറിയാം, സറണ്ടർ ക്രൈസിസ് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ യശസ്സും അന്തസ്സും അഭിമാനവും ഒക്കെ പണയപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു സറണ്ടർ ക്രൈസിസ്. അതേപോലെ തന്നെ ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് സിലിണ്ടർ ക്രൈസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ പാചകവാതക വിതരണത്തിൽ കാണിക്കുന്ന അനാസ്ഥ തികച്ചും തെറ്റാണെന്നും അതിനൊരു അടിയന്തര ചർച്ച നടത്തണമെന്നും ഇതിനൊരു പരിഹാരം കണ്ട് ജനങ്ങളുടെ നിലവിലുള്ള ആശങ്കകൾ തീർക്കണമെന്നും അദ്ദേഹം പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പാകെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട സംഭവം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. AI ഉച്ചകോടിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് ചിത്രീകരിക്കുകയായിരുന്നു. നമുക്കറിയാം, മോദി സർക്കാരിൻ്റെ തുടക്കം മുതലേയുള്ള ഒരു പ്രവണതയാണ് തങ്ങളുടെ ഇച്ഛയ്ക്കെതിരായി നിലകൊള്ളുന്നവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ വാക്കുകളൊക്കെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ AI ഉച്ചകോടിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തെയും രാജ്യദ്രോഹ കുറ്റമായിട്ട് ചിത്രീകരിക്കുന്ന ഒരവസ്ഥയാണ് നാം കണ്ടത്. അപ്പോൾ അതിനെതിരായിക്കൊണ്ട് ഷാഫി പറമ്പിൽ വളരെ വ്യക്തമായ നിലപാട് അദ്ദേഹം ഉന്നയിച്ചു. ഇത്തരത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള വിമർശനങ്ങളെ രാജ്യദ്രോഹമായിട്ട് കുറ്റം ചുമത്തപ്പെടുന്നത് ശരിയല്ലെന്നും അത് തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമായിട്ട് കണക്കിലെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. നിലവിൽ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സമകാലിക പ്രശ്നങ്ങൾക്കും, ഗ്യാസ് പ്രതിസന്ധി ആയിക്കോട്ടെ, പ്രവാസികളുടെ ദുരിതമായിക്കോട്ടെ, ഇതിനൊക്കെ ഒരു അടിയന്തര ചർച്ച സഭയിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. Sir, every street, every individual, every family, the growing panic is disturbing them. The shortage of LPG supply, the way the government has dealt with the war crisis, it is becoming a burden on us. Sir, I must say, the government is creating two crises. One, the surrender crisis, and second, the cylinder crisis. Same. Sir, everywhere, every state, every cities, every households, they all are in distress, and the government is not finding time to discuss the LPG issue in this parliament. When LOP gave a notice, the government is not ready to discuss this. When crores of Indians are in distress, sir, where will we discuss these issues other than the parliament? Why we are elected and why we are here to talk about those issues? But the government is not ready to address those issues. The government is not ready to open this floor for those issues. So, on behalf of India Bloc and every Indian,
We strongly ask the government to discuss the LPG shortage on this floor immediately.